നമസ്കാരം. നീലപ്പെട്ടിയും പാതിരാ റെയ്ഡും കാണാപ്പണവും എരിവ് പകർന്ന പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റെയ്ഡ് പാളിയതോടെ പാളയത്തിൽ പട തുടങ്ങിയ അവസ്ഥയിലായിരിക്കുകയാണ് CPM. ഉപതെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് കള്ളപ്പണം എത്തിച്ചെന്ന ആരോപണത്തിൽ ഇപ്പോൾ CPM നേതാക്കൾ രണ്ടു തട്ടിലാണ് നിൽക്കുന്നത്. പെട്ടിയല്ല, വികസനമാണ് പാലക്കാട് ചർച്ച ചെയ്യേണ്ടതെന്ന CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസിന്റെ അഭിപ്രായം തള്ളി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. കള്ളപ്പണവുമായി വന്ന പെട്ടിയുടെ കാര്യം ചർച്ച ചെയ്യാമെന്നത് പാർട്ടിയുടെ അഭിപ്രായമാണെന്നും അത് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ബാബു പറഞ്ഞു. എല്ലാ കാര്യവും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. UDFനെതിരായി വരുന്ന ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ പാടില്ലെന്ന അഭിപ്രായമില്ല. കള്ളപ്പണത്തിന്റെ വരവും ഇവിടെ ചർച്ച ചെയ്യണം. അതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്നാണ് സുരേഷ് ബാബു പറഞ്ഞു വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശദീകരണങ്ങൾ എന്തോ മറച്ചുവെക്കാൻ ബോധപൂർവം പറയുന്ന നുണകളാണ്. രാഹുലിന് കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട്. പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ല. മുൻകൂട്ടി കാര്യങ്ങൾ നിശ്ചയിച്ച് രാഹുൽ നുണ പറയുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാലക്കാട്ടേക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട്. അത് എവിടെയെന്ന് അന്വേഷിക്കണം. ആ കള്ളപ്പണമായിരുന്നു പെട്ടിയിൽ എന്നത് വാസ്തവമാണ്. രാഹുൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ല. കൊടകര കുഴൽപ്പണത്തിന്റെ പങ്ക് ഈ പെട്ടിയിലൂടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എത്തി. സമഗ്രമായി അന്വേഷിക്കണം. കൊടകരയിലെ കുഴൽപ്പണത്തിൽ നിന്നുള്ള 4 കോടി രൂപ ഷാഫിക്ക് കിട്ടിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ എത്തിയിട്ടുണ്ട്. അത് സമഗ്രമായി പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പാർട്ടി കൊടുത്ത പരാതിയും അന്വേഷണത്തിന്റെ ഭാഗമാവും എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ദിവസങ്ങൾ നീണ്ട വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ശേഷം കള്ളപ്പണ ആരോപണത്തെയും നീലപ്പെട്ടിയെയും വിട്ടുപിടിക്കാൻ CPMലെ മറുവിഭാഗം തീരുമാനിച്ചു. പാലക്കാട്ട് പെട്ടിയല്ല ചർച്ചയാകേണ്ടതെന്നും വികസനമാണ് ചർച്ചയാക്കേണ്ടതെന്നും CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് പ്രതികരിച്ചു. കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശക്തിയുള്ളവരാണ് കേരള പോലീസ്. പരാതി കൊടുത്തിട്ടുമുണ്ട്. അതിന് പിന്നാലെ പോവാനില്ല. സംസ്ഥാനത്തെ ഏറ്റവും വികസന മുരടിപ്പുള്ള മണ്ഡലമാണ് പാലക്കാടെന്നും അവിടെ വികസനം ചർച്ചയാകണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിലപാടെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് അവരോട് പോയി ചോദിക്കണമെന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. ഇതോടെ ഇതുവരെ നേതാക്കളും പാർട്ടിയും സ്വീകരിച്ച നിലപാടിനെ സമ്പൂർണമായി തള്ളുകയാണ് NN കൃഷ്ണദാസ് ചെയ്തത്. മഞ്ഞപ്പെട്ടിയും ചുവപ്പ് പെട്ടിയും ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വികസനമാണ് പ്രശ്നമെന്നായിരുന്നു കൃഷ്ണദാസിന്റെ പ്രതികരണം. പാലക്കാട്ടെ റെയ്ഡ് വിവാദം ഷാഫിയുടെ നാടകമാണെന്ന് പ്രതികരിച്ച LDF സ്ഥാനാർത്ഥി സരിനെ തള്ളുന്നതായിരുന്നു ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ കഴിഞ്ഞ ദിവസത്തെ നിലപാട്. ഇതിനു പുറമെ വെള്ളിയാഴ്ച MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും ഷാഫിയുടെ നാടകമാണ് റെയ്ഡ് എന്ന നിലപാടിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടത് പോലെയായിരിക്കുകയാണ് CPM. ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്നതാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ.